കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹോസ്പിറ്റലിൽ നിന്ന് മനോഹർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. വിക്രം മനോഹറിനെ കണ്ടെന്ന് ചോദിച്ചു, അല്ല ചേട്ടനോ, ഇതെന്താ ഇവിടെ എന്ന് ചോദിക്കാം. ഞാനാ കിരണിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാം. ഓ, അപ്പം സരുവിന്റെ കർണത്തെ പാടിന് പ്രതികാരം ചെയ്യാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അതെ, അതെനിക്ക് കണ്ടിട്ടൊന്നും ഭർത്താവെന്നതില് എനിക്ക് ഇരിക്കാൻ പറ്റുമോന്ന് ചോദിക്കുക. അല്ല എന്നിട്ട് എന്തായി കാര്യങ്ങള്? ഞാൻ ആ കിരണിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് രണ്ടെണ്ണം കൊടുക്കാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും അവന്റെ ഭാര്യയും ആ മിണ്ടാൻ വയ്യാത്ത സ്ത്രീയും കൂടെ വന്ന് തടഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അവനെ വിട്ട് ചുരുട്ടി കൂട്ടിയാനെന്ന് പറയണം. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, ദേ അവനും അവളും പിന്നെ വേറെ ചിലരും കൂടെ ഉണ്ട് എന്റെ ശത്രു പട്ടികയില് ഒന്നാമത്തെ ആൾക്കാരവരെ ഞാനും വെറുതെ വിടാൻ പോകുന്നില്ലേട്ടാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ സമയം മനോഹരൻ, എനിക്കറിയാം നിന്നോട് അവർക്ക് വൈരാഗ്യം ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് വിക്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ എന്ത് സഹായം വേണേലും എന്നോട് ചോദിച്ചു, ഞാൻ ചെയ്തു തരാന്ന് പറയണം. മനോഹർ പറഞ്ഞു, എടാ നീ എനിക്കൊരു ഉപകാരം മാത്രം ചെയ്തു തന്നാൽ മതി, വേറൊന്നുമല്ല. ആ കിരണിന്റെ കല്യാണിന്റെ കാര്യത്തില് അവരാണ് ഇപ്പൊ സരുവിന്റെ ഏറ്റവും വലിയ ശത്രു. അതാണോ ഏട്ടാ? അവര് തന്നെയാണ് എന്റെ വലിയ ശത്രുവ്. ഞാന് അത് സരിയുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണെന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു ഡീലിങ്സ് ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ സരുവിന്റെ കൂടെ ഇപ്പൊ ഇവനാണുള്ളത്. അവൾക്ക് ബലം നൽകുന്ന ഇവനാണ്. ഇവന്റെ വാക്കുകൾ കേട്ടാണ് അവളിങ്ങനെ ഓരോന്നിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് എന്നൊരു ചിന്തയൊക്കെ മനോഹറിന്റെ ഉള്ളിലേക്ക് വരുവാണ്. പിന്നീട് വിക്രത്തോട്, അല്ല വിക്രം എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ പലതും ഉദ്ദേശിച്ചിട്ടുണ്ട് ഏട്ടാ. എന്റെ ശത്രുക്കളെ ഒന്നൊന്നായിട്ട് ഞാൻ ഇല്ലാതാക്കും. അതിനു വേണ്ടിയിട്ടുള്ള യജ്ഞത്തിന് ഞാനെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, എന്ത് വേണമല്ലോ എന്നോട് പറഞ്ഞാൽ മതി. കാരണം നമ്മൾ തന്ത്രം കൊണ്ട് വേണം കളിക്കാനായിട്ട്. ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചാൽ മാത്രമേ അവരെ ഇല്ലാതാക്കേണ്ടത് നമുക്ക് സാധിക്കുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ആ സെക്കൻഡിൽ തന്നെ വിക്രത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹർ അവിടുന്ന് പോകുന്നത്. പിന്നീട് മനോഹർ വീട്ടിലേക്ക് വരുവാണ്. ശാരിയും രാഹുലും സരയും ഒക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം സരയും മനോഹർ വന്നോ ചോദിച്ചു, എന്തായി മനുവേട്ട കാര്യങ്ങളൊക്കെ? അവിടെ ചെന്നിട്ട് ആ കിരണിനെ പൊളിച്ചടിക്കുമെന്ന് ചോദിക്കും. എന്റെ മോളെ, അവിടെ ചെന്ന് അവന്റെ കോളറിനെ ഞാൻ അങ്ങോട്ട് കുത്തിപ്പിടിച്ച് നാളെല്ലാം പൊട്ടിക്കാൻ തുടങ്ങിയതാ. അപ്പത്തേക്കും ആ കല്യാണിയും ആ വയ്യാത്ത ആ സ്ത്രീ ഉണ്ടല്ലോ താര, അവരും കൂടെ ചേർന്ന് തന്നെ പിടിച്ചു. അല്ല ഞാൻ കാണിച്ചു കൊടുക്കാരെന്ന് പറയാണ്. അല്ല മനുവേട്ട, എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കും. പറയുവോ? എന്റെ മുന്നില് ഈ പറയുന്ന കിരണൊന്നും അനങ്ങത്ത് പോലും ഇല്ലോ. അപ്പോഴേക്കും രാഹുൽ മനസ്സിൽ പറഞ്ഞു, തള്ളുമ്പോ കുറച്ച് മയത്തി തള്ളടാ. എന്നാലും നീ ആളൊരു പോക്കര് തന്നെയാണല്ലോ. പെട്ടെന്ന് ശാരി പറഞ്ഞു, എന്തിനാ മോനെ ഇങ്ങനത്തെ വേണ്ടാത്ത പരിപാടിക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നേ? അതൊരു കാര്യം വല്ലതും ഉണ്ടോന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ നിങ്ങൾക്കാർക്കും എന്റെ കാരണത്തെ തല്ലി കിട്ടിയതിന് ഒരു കുഴപ്പമില്ലല്ലേ? നിങ്ങൾ അതെല്ലാം കണ്ട് ആനന്ദിക്കും അല്ലേന്ന് ചോദിക്കും. അതെ, പിന്നെ ഒരു കാര്യമുണ്ട് സരിയു, നീ അങ്ങോട്ട് ചെന്ന് കയറി മേടിച്ചല്ലേ? നീ ആ താരേന്ന് പറയുന്ന സ്ത്രീയെ കൊല്ലാനായിട്ട് ചെന്നല്ലേ? അതൊക്കെ എന്നോട് കിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അവസ്ഥയിലായിപ്പോയി സരിയു. പെട്ടെന്ന് ശാരി ചോദിച്ചു, അവരെ കൊല്ലാൻ പോയോ? നിനക്ക് എന്ത് പറ്റി മോളെ? നീ എന്തിനാ വീണ്ടും അവരെ കൊല്ലാനായിട്ട് പോയത്? ഇന്നാളൊരു തവണ ഇങ്ങനെ പോയതല്ലേ? എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? ദേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകുന്നു പറയാം. അവരെ കൊന്നാ നിനക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിക്കും. നീ ജയിലിലാവില്ലെന്ന് ചോദിക്കും. ഞാനോ? ഞാൻ ഒരു കാരണവശാലും ജയിലിലായാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാനായിട്ടല്ലേ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നേ. എനിക്കിനി കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ തന്നെ ആ സ്ത്രീയെ കൊല്ലണം. അറിയാലോ ഞാനിതൊക്കെ എന്തിനാ ചെയ്യുന്നറിയോ? എനിക്കൊരു ഒറ്റ അമ്മ മാത്രമേ ഉള്ളൂ, എന്നെ പ്രസവിച്ച എന്റെ അമ്മ, ഈ നിൽക്കുന്ന ശാരി എന്ന് പറയുന്നേ. പക്ഷേങ്കിൽ ആ സ്ഥാനത്തേക്ക് വേറെ ആരും കടന്നു വരണ്ട. എന്നെ പ്രസവിച്ച എന്റെ അമ്മയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേങ്കിൽ വേറെ അവകാശം പറഞ്ഞാൽ ആരും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം. ശാരിക്ക് ഇതിൽ പലൊരു സന്തോഷം വേറെയില്ല. അവള് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അവളുടെ മനസ്സിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തന്നെയും രാഹുലിനെ കുറിച്ചുള്ള സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് അവളങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് പോവാണ് സരയു. ഈ സമയത്ത് മനോഹർ ഇങ്ങനെ അവിടെ മുന്നേ നിൽക്കുമ്പോഴത്തേന് രാഹുലിനോട്, സത്യം വരടാ, നീ അവിടെ ചെന്ന് എന്തെടുത്തു? നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അവൻ ചോദിക്കണം. പിന്നെ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അതൊന്നും പറയണ്ട മനോഹര, ഞങ്ങൾക്കറിയാവുന്ന കാര്യമില്ലേ? കിരണിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ജീവനോടെ വന്നത് തന്നെ ഭാഗ്യം കരുതും. അല്ല ഞങ്ങളുടെ കാര്യം ചോദിച്ചോട്ടെ, ആ താരയെന്ന് പറയുന്ന സ്ത്രീയെ കൊല്ലാനായിട്ട് അവൾ എന്തിനാണ് എപ്പോഴും നടക്കണേ? ഇനിയിപ്പൊ അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞോ? അവളുടെ അമ്മ ശാരിയല്ല ഇനി ആ താരയാന്നുള്ള കാര്യമൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് അറിഞ്ഞ ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അറിയുമെന്ന് തോന്നിയെന്ന് പറയാം. എടാ നീ ചതിക്കില്ല കേട്ടോന്ന് പറയണ. ചതിക്കില്ലെന്നോ? ആരെ?
ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയാം. അല്ല, ഇപ്പൊ തന്നെ അവൾക്ക് ഓൾറെഡി ഭ്രാന്തുണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്തിരി കൂടുന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുവാണ് ഷാരി. രാഹുലൊക്കെ ഷാരിക്കൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇവ കാരണമാണ് തന്റെ മോളുടെ ജീവിതം ഇങ്ങനെ തറന്നുകൊണ്ടിരിക്കുന്നത്. ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് തനിക്കൊക്കെ ആപത്താന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് മനോഹർ പറഞ്ഞു, ഓ രണ്ടുപേരും കൂടെ ആലോചിക്കാൻ പറയാണ്. എടാ ആലോചിക്കുവാണ് ഞാൻ, എന്തിനാണെന്നറിയോ, നിന്നെ എങ്ങനെ കൊല്ലണം എന്നുള്ളത്. ഇങ്ങനെ പോയാൽ എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം എന്ന് പറയാം. മനോഹർ പറഞ്ഞു, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. കാരണം നിങ്ങൾ എന്നെ കൊല്ലാൻ വരുവാന്ന് എനിക്ക് നേരത്തെ സിഗ്നൽ കിട്ടും, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുള്ളൂ. ഞാൻ പിന്നെ അവിടുന്ന് ഒറ്റ മുങ്ങലായിരിക്കും മുങ്ങാൻ പോകുന്നത്. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാലോ. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ വെല്ലുവിളിക്കാണ് അവരെ. പക്ഷെ അവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ വിചാരം സരിവ് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ. പക്ഷെ മനോഹർ അതും മനഃപൂർവ്വം അത് ഒളിച്ചു വെക്കുകയാണ്. സത്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് പിന്നെ തനിക്ക് അവിടെ ഒരു വില ഉണ്ടാകത്തില്ല. തനിക്ക് കിട്ടാന്ന് പറഞ്ഞ പണവും കിട്ടത്തില്ല. അതുവരെ ഇവരെ എങ്ങനെയൊന്നും ബ്ലാക്ക്മെയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലോ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു ഷാരിയുടെ രാഹുലിന്റെ. അതിനുശേഷം മനോഹർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഷാരി രാഹുലിനോട് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അവനെ കൊന്നാലും ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതല്ലേ. പോരാത്തതിന് ഹോസ്പിറ്റലിലെ രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുക. ആദ്യം ഈ പറയുന്ന മനോഹറിനെ കൊല്ല്. ആ കിരണും കല്യാണിയേക്കാളും ദുഷ്ടശക്തികളാ ഈ മനോഹർ എന്ന് പറയുന്നവന്. അവനെ ആദ്യം തന്നെ ഇല്ലാതാക്കുക. എന്നെങ്കിൽ മാത്രം നമ്മുടെ മോളുടെ ജീവിതം നമുക്ക് കരുപ്പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അവൻ കൂടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും അത് നടക്കില്ലെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഷാരി അങ്ങോട്ടേക്ക് കയറിപ്പോണ്. രാഹുൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് വിക്രം നേരെ സരയുവിനെ കാണാൻ ചെല്ലുവാണ്. സരയു പറഞ്ഞു, എന്തായി കാര്യങ്ങളൊക്കെ? അത്ര പെട്ടെന്നൊന്നും അവരെ തീർക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് സരയുവിന് അറിയാവുന്ന കാര്യമല്ലേ. അത് ശരിയാ. പക്ഷെ ഞാൻ വേറൊരു കാര്യത്തിന് ഇപ്പം വിക്രത്തിനെ കാണാൻ വന്നെന്ന് പറയാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന സഹായമാണ് ചെയ്തു തരാം. പക്ഷെ അറിയാലോ, എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറയാം. ഇപ്പോഴാണെങ്കിൽ അച്ഛനും വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുക. അമ്മമ്മ ഓരോ സ്ഥലങ്ങളിൽ പോയി തെണ്ടി മേടിക്കുന്ന പൈസയും കൂടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയാം. ഇത് കേട്ടതും സരി എന്ത് ചെയ്ത ബാഗിനകത്ത് കുറച്ച് പൈസ എടുത്ത് അവന് കൊടുക്കുകയാണ്. ഈ പൈസ തന്നെ എന്തിനു വേണ്ടെന്ന് അറിയാലോ. ഒരു കാരണവശാലും ഇത് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും ലീക്ക് ആവാനായിട്ട് പാടില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയണം. ഉപകാരം എന്ത് ഉപകാരം? ഒരാളെ തീർക്കണം എന്ന് പറയണം. തീർക്കാനോ? അതെ, ഒരാളെ അങ്ങോട്ട് തീർത്തേരെ. അതാരാന്ന് ഞാൻ പറയാന്ന് പറയണം. ആ താരേന്ന് പറയുന്ന സ്ത്രീനെ. എന്തിനാ അവരെ ഇല്ലാതാക്കുന്നേ? അവര് എന്റെ അമ്മയാന്ന് പറഞ്ഞ് നടക്കുവാന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. അതെനിക്ക് പുതിയ അറിവാണല്ലോ എന്ന് പറയും. അല്ല, ശരിക്കും പറഞ്ഞവരാണോ? പിന്നെ അവരൊന്നും അല്ല എന്റെ അമ്മ. എന്റെ അമ്മ ശാരി തന്നെയാണ്. പക്ഷെ ഇവരെ ഇളക്കി വിട്ടേക്കുന്ന ആരാന്നറിയോ? ആ സ്ത്രീ താരേന്ന് പറയുന്ന സ്ത്രീയെ ഇളക്കി വിട്ടിരിക്കുന്ന കിരണും കല്യാണിയും കൂടെ ചേർന്നിട്ടാണ്. അവർക്ക് വേറെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഒക്കെ ഉണ്ട്. അതൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവര് കാണിച്ചു കൂട്ടിയ പരിപാടികൾ ഇതെന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്തോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ചെറിയ കാര്യമില്ല, വലിയ കാര്യം തന്നെയാ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പൈസ കൂടെ വേണ്ടി വരും എന്ന് പറയണം. പൈസ എത്ര വേണം തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണം. അതിനുശേഷം വേണം കിരണ്ണൻ കല്യാണിനെയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട്. പെട്ടെന്ന് വിക്രം പറഞ്ഞു, എന്തിനും ഏതിനും ഞാൻ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കും എന്ന്. ശരി, അപ്പൊ നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പിരിയുവാണ്. വിക്രത്തിന് എന്തെന്നില്ല സന്തോഷം തോന്നി. വിക്രം നേരെ വരുന്ന ഹോസ്പിറ്റലിലേക്കാ, പ്രകാശിന്റെ അരിയിലേക്കാ. പ്രകാശന് വിക്രത്തിനെ കണ്ടുവച്ചു, എടാ മോനെ, നീ ഇത് എവിടെ പോയതായിരുന്നു? അമ്മ രാവിലെ തൊട്ട് പോയേക്കുന്ന എവിടെയെങ്കിലൊക്കെ ആരുടെയും തെണ്ടി മേടിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? ഒരു കാര്യം ചെയ്യണം മോനെ, ഞാൻ ഈ കിടപ്പ് കിടക്കുമല്ലേ, എന്നെ ഡിസ്ചാർജ് ചെയ്യാനാണെങ്കിൽ പൈസ വേണം. നമുക്കൊരു വാടക വീട് എടുക്കണമെങ്കിലും പൈസ വേണം. എല്ലാത്തിനും പൈസ വേണ്ടേ? നീ എവിടെ നിന്നും പോയി കുറച്ച് പൈസ സംഘടിപ്പിക്കാൻ പറയണം. അത് കേട്ടതും വിക്രം പറഞ്ഞു, അതെ, ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എൻ്റെ പൈസയൊന്നും ഇല്ല. കാരണം സരിക തന്ന പൈസ ഉണ്ട്. അതെടുത്ത് ഇപ്പൊ ഇവിടെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? അതൊരു കാരണവശാലും പാടില്ല. അച്ഛൻ അവിടെ കിടക്കുവാണെ കിടക്കട്ടെ എന്നൊരു രീതിയായിരുന്നു വിക്രത്തിന്റെ മനസ്സറിയും. നീ എന്താടാ ആലോചിക്കുന്നേ? ഒന്നുമില്ല എന്ന് പറയണം. എടാ മോനെ, ഞാൻ പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയാം. അച്ഛൻ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റൂ? പിന്നെ പൈസയുടെ കാര്യം, അമ്മൂമ്മ തൽക്കാലത്തേക്ക് പോകുന്നുണ്ടല്ലോ. എടാ, അമ്മേനെ കൊണ്ട് എന്തോ ആവാതാവൂടാ. ഇപ്പൊ തന്നെ 70-75 ആവാറായി. ഇനിയിപ്പം അമ്മൂമ്മ എന്നാ ശരിക്കും ഒന്ന് ഫ്രീ ആന്നേ? നിനക്കറിയാലോ, ഇപ്പോഴും ആ പാവം എൻ്റെ അമ്മയ്ക്ക് ഇതുവരെ ആയിട്ട് റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ വയ്യാതെ വീണ് കിടപ്പത്തോട്ട് ഓരോ വീടാന്തരം കയറി ഇറങ്ങുന്ന. എടാ, നിനക്ക് കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റില്ലേ? ഈ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയൊന്ന് ഇറങ്ങണം, അതിന് ബില്ലടയ്ക്കണം. ഞാൻ കാര്യം ചെയ്തിട്ട് ആരുടെയും ചോദിച്ചു നോക്കട്ടെ എന്ന് പറയണം.
എടാ നീ ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിച്ച് പണം മേടിക്കുക തന്നെ ചെയ്യും, എങ്കിൽ മാത്രം എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതെ, അച്ഛൻ ഇവിടെ അങ്ങോട്ട് കിടന്നാൽ മതി, പക്ഷെ ബാക്കിയുള്ളവർക്ക് അതിന്റെ കഷ്ടപ്പാട് അറിയാലോ. ഓരോന്ന് പറയാൻ പൈസ കൊണ്ടു തരാനായിട്ട് ഞാൻ കൈ വെച്ചിട്ടല്ലേ ഇരിക്കുന്ന പൈസയ്ക്ക് പൈസ തന്നെ വേണമെന്ന് പറയണം. ഒരു നിമിഷം പ്രകാശൻ അന്താളിപ്പോടെ വിക്രത്തിനോട് നോക്കുകയാണ്. ഇന്നലെ വരെ തന്നെ എതിർത്ത് സംസാരിക്കുന്നവനാ, ഇന്ന് കണ്ടില്ലേ അവൻ തന്നോട് കയർത്ത് സംസാരിച്ചിരിക്കുന്നു. ഇതിങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയാവുന്നു പോലും അറിയത്തില്ല. പിന്നീട് പ്രകാശൻ വിക്രത്തിനോട് നീ ഒരു കാര്യം മാത്രം എനിക്ക് അന്ന് ചെയ്തു തന്നാൽ മതി, ആ കാർത്തിക ലക്ഷ്മിയും അവരൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അവർക്കിട്ടുള്ള പണി കൊടുക്കണമെന്ന് മോനെ, എന്ത് റിസ്ക് ഇട്ടാണെങ്കിലും ശരി കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യാം, ആ സരുവിനെ വിളിച്ചിട്ട് കുറച്ച് പൈസ ചോദിക്കാൻ പറയണം. അച്ഛൻ ഇത് എന്ത് വർത്താനാ പറയണേ, ഇതെന്താ അവരെ വിളിച്ചിട്ട് പണം ചോദിക്കാണ്ട് ഞാൻ അവർക്ക് പണം കടം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ദേ മര്യാദകേട് കെട്ട വർത്താനൊന്നും പറയില്ല അച്ഛാ, അങ്ങനൊന്നും ചോദിക്കാൻ കൊള്ളുന്ന കാര്യമില്ലെന്ന് പറയാം. എടാ മോനെ, നമ്മുടെ ഈ അവസ്ഥ കൊണ്ടല്ലേ. എന്തവസ്ഥ? അച്ഛൻ ഇവിടെ നീണ്ടു നിവർന്ന് കിടന്നാൽ മതി. എടാ ഒരു വാടക വീട് എടുക്കണ്ടേ? എനിക്ക് നിനക്കൊക്കെയാണ് കടത്തിനെ കിടക്കാം, പാവ അമ്മേനെ കൊണ്ട് എവിടെ പോകാനാ, എങ്ങോട്ട് പോകാനായിട്ട്? അവരെവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ, അല്ലാതെ എനിക്ക് പറ്റില്ല. വാടക വീട് എടുക്കണമെങ്കിൽ കുറെ പൈസ വേണം, പൈസക്ക് എവിടെ പോകാനാ? ഇപ്പൊ തന്നെ ഇവിടെ കിടന്ന് നെട്ടോട്ട് വിടുവോ മനുഷ്യന്? എല്ലാം അവള് കാരണം ആ കല്യാണിയും അവരൊക്കെ ചേർന്നിട്ട് നടത്തിയ, അപ്പൊ അതിന്റെ ബലം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയാണ്. പ്രകാശം പറഞ്ഞു, എടാ മോനെ, നിനക്കറിയാലോ എനിക്കിനി ഇവിടുന്ന് എഴുന്നേറ്റാൽ പോലും കുറച്ച് നാളത്തെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഒരു വാടക വീട് എടുത്ത് മാറുവാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമോ അച്ഛൻ പറയണേ? അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. പിന്നെ എന്നാ അച്ഛൻ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് നിന്ന് ഇറങ്ങിപ്പോണം. പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുഖത്ത് അടിയേറ്റുവല്ലേ ഇപ്പേ. മകൻ ഇങ്ങനെ പെരുമാറുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. പിന്നീട് വിക്രം നേരെ താരേനെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ആ സമയം താരയുടെ അടുത്ത് കല്യാണി ഉണ്ടായിരുന്നു. കല്യാണി ഓരോന്നെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് താരയോട്. അപ്പോഴേക്കും വിക്രം ആ മുറിക്ക് ഫ്രണ്ടിൽ വന്നു. അപ്പൊ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്കും താരൻ കല്യാണികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഹോ, കൃത്യസമയം തന്നെ, നല്ല കഥയെ. അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ട് വരുവാണ്. താൻ തോടെ ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ലാന്ന് പറയണം. അപ്പൊ ഈ ഒച്ചപ്പാട് കേട്ടിട്ട് അകത്തുനിന്ന് കല്യാണി ഇറങ്ങി വരുവാണ്. കല്യാണി എന്നിട്ട് ചോദിച്ചു, എന്താ സിസ്റ്റർ, എന്താ കാര്യം? ഇയാളുണ്ടല്ലോ, ഇയാൾ കുറെ സമയമായിട്ട് ഓടുന്നു അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നു പറയണം. ഓഹോ, അപ്പൊ നിനക്ക് ഇതാ പരിപാടി അല്ലടാന്ന് ചോദിക്കും. സത്യം പറയടാ, നീ എന്തിനാ വന്നേന്ന് ചോദിക്കും. ഞാൻ വന്നേ എന്തിനാ അറിയാലോ, എന്റെ അച്ഛൻ അപ്പുറം കിടപ്പണമെന്ന് പറയും, അതിന് മാത്രമാണോ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താ? അത് പിന്നെ എന്നും പറഞ്ഞിട്ട് പതറുവാണ്. കല്യാണിയെ ശ്രദ്ധിച്ചു. ഓഹോ, നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞാൽ മതി. ആ സരയും നിന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ നിന്റെ ഈ വരവ്. അല്ലെങ്കിൽ ഇന്നലെ വരെ അച്ഛനെ കാണാൻ വരായിരുന്നേ. നീ എങ്ങനെയാടാ ഇപ്പോഴിങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. നീ ഇവിടുന്ന് ഒരു പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ആ പാവം അമ്മയുണ്ടല്ലോ, നീ പൊന്നെന്ന് പറിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ, അവരാണല്ലോ കാര്യങ്ങളൊക്കെ നോക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ വിക്രത്തിനെ കൂടെ ഇഷ്ടപ്പെട്ടില്ല. വിക്രം പറഞ്ഞാലേ, കൂടുതൽ നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയാ. പിന്നെ ഞാനിവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നോക്കിയതാ. ഇവര് പറയുന്നത് ഒളിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല, ഇതിലൂടെ ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പം ഞാനത് നോക്കി, അല്ലാതെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല എന്ന് പറയാ. ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കാനാ വന്നേന്ന് പറയണ. കല്യാണം പറഞ്ഞ് നീ നിൽക്കുവോ കിടക്കുവോ എന്തുവേണം ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മേലാല് നീ ഈ മുറിയുടെ ഫ്രണ്ടിലേക്ക് വന്നേക്കരുത്. അങ്ങനെ അങ്ങനെ നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ടേക്ക് കയറിപ്പോണം. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് കല്യാണി കഴിഞ്ഞപ്പോൾ താര വെച്ചു, ആരെന്താന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആങ്ങൾ അവനാ വന്നിരിക്കുന്നത്, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല ഈ സമയത്ത്. കാരണം എല്ലാവന്മാരും ചതിക്കുന്നവന്മാരാ. ചിലപ്പോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. ആന്റിയുടെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്റെയും കിരണേട്ടന്റെ കടമയാണ്. അതുകൊണ്ട് ആന്റിക്ക് ഒന്നും സംഭവിച്ചുകൂടാ. ആന്റിയുടെ ജീവൻ ഞങ്ങൾ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.